രേണു സുധിക്ക് ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ സത്യം പറഞ്ഞ എന്തോ ഒരു ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാണ്. രേണുവിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. രേണുവിന്റെ ഡ്യൂട്ടിയാണ് അത്. ശരിക്കും പറഞ്ഞാല് രേണു ആ ദുബായ് കൺട്രീസിൽ പോയതും വന്നതും കൂടെ പോയതും വന്നതും എല്ലാവർക്കും പല പല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല, ഡയറക്ട്ലി ആർക്കും അറിയില്ല. പക്ഷേ അന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ രേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും, പറയാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിന്ന് എല്ലാം സത്യം പോലെ പറയണം. പറഞ്ഞാൽ യു വിൽ ബി സേഫ് ഫ്രം ദിസ്. ഈ ഒരു അസുഖത്തിൽ നിർവൃത്തിയാണ് രക്ഷപ്പെടാൻ. ഞാൻ വെറുതെ പറയുന്നതല്ലത്. ഇപ്പം സച്ചിനൊക്കെ പറയുന്നതിനേക്കാളും വേറെ ലെവലായിരിക്കും ചിലപ്പോൾ റേണുവിന്റെ വായിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാരാന്നറിയോ? ഇതാണ് റൂഹിജാൻ. റൂഹിജാൻ ആരാണെന്ന് ഒരു ചെറിയ ഇൻട്രോ തരാം. ഒരു പ്രമുഖ നടിയുടെ ജ്യേഷ്ഠത്തിയാണ് ഈ റൂഹിജാൻ എന്ന് പറയുന്ന വ്യക്തി. ഇവർ പെട്ടെന്നൊരു ദിവസം ഒരു ചാനലിലൂടെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതായത് റിഫ മെഹനാസ് കേസാണ്, റിഫയുടെ മരണം കൊലപാതകമാണ് എന്നും ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധമുണ്ടെന്നും തന്നെ ആരൊക്കെ ചേർന്നാണ് കൊന്നത് എന്നൊക്കെ അവർക്കൊരു വിഷ്വൽ എന്ന രീതിയിൽ ആത്മാവ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇവിടെ രേണുസുധിയുടെ പേരാണ് ഇപ്പോൾ അവർ പറയുന്നത്. രേണുസുധിയെ കൊണ്ടുപോയ ആളുകളോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരൊക്കെയോ ചേർന്നുകൊണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ട്. രേണു ചെറിയൊരു പാർട്ടായിട്ടുണ്ട് ഇതിൽ, അറിഞ്ഞോ അറിയാതെയോ എന്നാണ് പറയുന്നത്. അതിൽ രേണുവിന് കുറെ കാര്യങ്ങൾ അറിയാമെന്നും അറിയുന്ന കാര്യങ്ങൾ പുറത്ത് പറയണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു അസുഖം വന്നത് പോലും ഒരു പക്ഷേ ഒരു രക്ഷപ്പെടലാണ് എന്ന് പറയേണ്ടി വരും. ഈ ഒരു അസുഖം വന്നില്ലായിരുന്നുവെങ്കിൽ രേണു ഇനിയും ആ വഴിയിൽ തന്നെ പോകുമോ എന്നുള്ളൊരു സംശയമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്, ഒരു പ്രസ്തുത വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആ പേര് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ പേര് ഞാൻ ഈ വീഡിയോയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഞാൻ നടത്തുകയും അയാളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ ഇപ്പൊ സജ്ന നൂർ എന്ന് പറയുന്ന വ്യക്തി ഗൾഫിൽ പോയത് ഫിറോസ് ഖാൻ കൃത്യമായി പറയുന്നുണ്ട്. കുറച്ച് ആളുകൾ എടുത്തിട്ടാ പോയത്. അവിടെ വലിയ ഒരു സ്മഗ്ലിംഗ് ടീമിന്റെ ഇടയിൽ പെട്ടുപോയി എന്നും സജ്ന നൂർ തന്നെ തുറന്നു പറഞ്ഞു, റസുൽ പൂക്കുട്ടിയൊക്കെയാണ് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നുള്ളത്. അല്ലെ? അപ്പോ ഇവിടെ നിന്ന് പോകുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെയുള്ള ടീമുകളുടെ ഇടയിൽ വന്ന് പെടുന്നുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ പ്രസ്തുത വ്യക്തി തന്നെയാണ് ഇതിന്റെ ഹെഡ് എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല. ഇവരെ കൊണ്ടുപോകുന്ന ആളുകൾ മറ്റുള്ള ആളുകളാണ്. അവിടെ പോയി പിക്ക് ചെയ്ത ആളുടെ പേരാണ് ഇപ്പോ ഒരു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കുറച്ചു നേരം ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. തെറി വിളിക്കുന്നതിന് മുൻപ് മുഴുവൻ കാണുക എന്നുള്ളതാണ്. ഇവർ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് രേണുസുധിയെ കുറിച്ച് ഇങ്ങനെ ഒരു അലിഗേഷനോ ഇങ്ങനെ ഒരു കാര്യമോ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ പറയേണ്ടത് ഇപ്പൊ പറയുക തന്നെ വേണം. അത് അവരുടെ എന്താണ് പറയാ എന്താ പൊന്നെ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞില്ലേ. ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഞാൻ ഈ വീഡിയോ 7ാമത്തെ തവണയാണ് എടുക്കുക. 7ാമത്തെ തവണ. ചില പേരുകൾ ഞാൻ പറയാതെ ഇരിക്കുന്ന സമയത്ത് അത് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് പോലെ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഞാനിതിൽ നിന്ന് വിശ്വസിക്കാത്ത ആളാണ്, പക്ഷെ ചെറിയ ഒരു സംഭവം. അപ്പോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. രേണുസുധി അവസാനമായിട്ട് ഗൾഫിൽ പോയത് കൊച്ചിയിൽ നിന്നാണ്. തിരിച്ചു വന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ആ ഒരു കാര്യമൊക്കെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. രേണുവിന് സ്മഗ്ലിങ്ങുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പല ശബ്ദ സന്ദേശങ്ങളും നമ്മൾ പുറത്ത് കേട്ടതാണ്. സജ്ന നൂർ തന്നെ പല കാര്യങ്ങളും പറഞ്ഞതാണ്. ഇവിടെ ഇതാ റൂഹിജാനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് കേൾക്കുക. അത് ഞാൻ അന്ന് പറഞ്ഞ ഫസ്റ്റ് പേര് രേണുസുധിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം രേണുസുധിയുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, ഐ എം വെരി സോറി ഫോർ യു രേണുസുധി. എനിക്ക് 1 by 1 ഓരോ ആൾക്കാരെ കാര്യം പറയണം, ഇതിൽ പറഞ്ഞേ പറ്റൂ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു ഐ എം വെരി ക്രൂവൽ ടോക്കിംഗ്. ഇന്ന സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ ക്രൂവൽ ആയിട്ട് സംസാരിക്കുന്നു തോന്നും. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഡോണ്ട് ഫീൽ ബാഡ് ടു മീ. എന്റെ അടുത്ത് ഒന്നും തോന്നരുത്. ബട്ട് ഐ ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. രേണുസുധിക്ക് ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ സത്യം പറഞ്ഞ എന്തോ ഒരു ബ്ലെസ്സിങ് കാരണം രേണു ശരിക്കുള്ള ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാ. രേണു ശരിക്കും ഈ മീഡിയേറ്റേഴ്സ് ആയി നിൽക്കുന്ന ഗേൾസിന്റെ ഇടയിൽ അവരെ ശരിക്കും ഈ ഒരു കാര്യത്തിൽ പെട്ടുകൊണ്ട ഒരാളാണ് രേണു. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ
ഒരു അസുഖം വന്നിട്ടാണ് അത് റിക്കവർ ചെയ്യും ഷീ വിൽ ഓവർകം ദാറ്റ് ആൻഡ് ഷീ ക്യാൻ കം ബാക്ക് ടു ദ ലൈഫ്. പക്ഷെ മറ്റേ അവരുടെ ഇതിൽ പെട്ടതാണെങ്കിൽ ഒരിക്കലും ഒരു ജനങ്ങളുടെ എന്നല്ല, കുഞ്ഞുങ്ങളുടെ എന്നല്ല, ഒരാളുടെ മുമ്പിലും മുഖം കാണിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലൈഫായി പോയനെ. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്തോ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് റേണുവിനെ ഇപ്പൊ ഒരു ഗ്യാപ്പ് പോലെ റേണുവിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കും, ഓ ഈ ഇത്രയും വലിയൊരു അസുഖം വരുന്നതാണോ ബ്ലെസ്സിങ് എന്ന്. ഈ ഒരു അസുഖം ചില മിറക്കിൾ പോലെ മാറിയിട്ട് തിരിച്ച് ലൈഫിൽ വരും. പക്ഷെ മറ്റേ കേസ് അതല്ല, അതങ്ങനെയല്ല. അത് ലൈഫ് ലോങ് തീർന്നു. അതാണ് കാര്യം. പക്ഷെ എനിക്ക് ഒരു കാര്യം റേണുവിനെ ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ റേണുവിന്റെ മാനേജറായ ഒരു പേര് എനിക്ക് മറന്നുപോയി. ഐ ട്രൈ ഇൻസ്റ്റാഗ്രാമിലെ നമ്പർ കോൺടാക്ട് ഹർ. പക്ഷെ അവർ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ടു ടെൽ ഹർ. ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇത് റേണു കേൾക്കുവാണെങ്കിലും ആരെങ്കിലും കേൾക്കുവാണെങ്കിലും ജസ്റ്റ് റീച്ച് ഔട്ട് ടു ഹർ. ഓക്കെ, റോഹിജാൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രേണുവിന്റെ നമ്പർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നമ്പർ ഒന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ അവരുടെ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്റെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല, അതുകൊണ്ട് ഒന്ന് സംഘടിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പർ അവർക്ക് കൊടുത്തു. അവർ നേരെ കരീഷ്മ എന്ന് പറയുന്ന അവരുടെ മാനേജറെ കോണ്ടാക്ട് ചെയ്തു. ആ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർക്കത് കേൾക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് അവർ പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നുള്ളത്. എനിക്ക് ഈ ഒരു ആത്മാവ് ഈ ഒരു സംഭവത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. അത് ഏത് രൂപം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാ മതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ അള്ളാഹുയിലാണെങ്കിലും യേശുവിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൈന്ദവ ദൈവങ്ങളിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെയാണ് വിശ്വാസമുള്ളത്. എല്ലാം ഒന്നാണ്, എല്ലാം ബ്രഹ്മത്തിലാണ് എന്നാണ് ഹിന്ദുക്കളും പഠിക്കുന്നത്. 33 ദൈവങ്ങളൊന്നുമില്ല, ഒക്കെ ഒന്നാണ്, ഒക്കെ ബ്രഹ്മമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസമുള്ള ഒരാൾക്ക് ഇത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. ഞാൻ മുൻപൊരു വീഡിയോയിൽ ഈ അന്ധവിശ്വാസം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഈ റൂഹിജാനെ ഞാൻ നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അവർ നല്ല ട്രോൾ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോ ഈ സൈഡിലേക്ക് ക്യാമറ തിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല, ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലെ? പക്ഷെ പെട്ടെന്ന് ചോദിക്കാന് പെട്ടെന്നൊരു സംഭവം വന്നു, അത് ചെയ്തു. എനിക്കതിൽ വിശ്വാസമില്ല. പക്ഷെ ഓക്കെ, എന്ത് ചെയ്യാനാണ്. അപ്പൊ അവര് കരീഷ്മയുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവരതിൽ സഹകരിച്ചില്ലെന്നാ പറയുന്നത്. ബാക്കിയേക്കാം. റേണുവിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. റേണുവിന്റെ ഡ്യൂട്ടിയാണ് അത്. ശരിക്കും പറഞ്ഞാല് റേണു ആ ദുബായ് കൺട്രീസിൽ പോയതും വന്നതും കൂടെ പോയതും വന്നതും എല്ലാവർക്കും പല പല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല, ഡയറക്ട്ലി ആർക്കും അറിയില്ല. പക്ഷേ അന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് റേണുവിനെ കൊണ്ടുപോകുന്നത്. ഡയറക്ട്ലി ഒരു പ്രാവശ്യമായിട്ട് കണ്ടതാണോ എനിക്കറിയില്ല. ഡയറക്ട്ലി ചിലപ്പോൾ അത്ര ഡീപ്പായിട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ മീഡിയേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ റേണുവിനെ അങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് കുറച്ച് കഴിയുമ്പോൾ റേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും, പറയാൻ വേണ്ടിട്ട്, ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിൽ നിന്ന് എല്ലാം സത്യം പോലെ പറയണം. പറഞ്ഞാൽ യു വിൽ ബി സേഫ് ഫ്രം ദിസ്. ഈ ഒരു അസുഖത്തിൽ മിറക്കിളിയാണ് രക്ഷപ്പെടാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ഓക്കെ, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ പറയാൻ സത്യം പറഞ്ഞാൽ ഐ ഫീൽ ബാഡ് ടു സേ ദിസ്. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവരും ഈ ഭൂമി വിട്ടു പോകും. ഈ അസുഖം വന്നാളും പോവും, വരാത്താളും പോവും, എല്ലാവരും പോവും. പക്ഷെ റേണുവിന് ഇപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് തന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഒരു ഇത് വന്ന് ഇങ്ങനെ ഒരു ഇതെല്ലാം കറന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഓപ്പൺ യുവർ ഐസ്. ശരിക്കും ഇരുന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അവരവരുടെ ലൈഫ് ഇനിയും ഗോഡ് തരും മുന്നോട്ട്. ആ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നും ഏത് ലെവലില് ബാക്കിയുള്ള ആൾക്കാർ കാര്യങ്ങൾ പെട്ടുപോയി ഇതുപോലത്തെ ട്രാപ്പിലൊന്നും ചെന്ന് പെടാതെ. അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല, ആയിട്ടില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ റേണുവിന് അറിഞ്ഞോ അറിയാതെയോ അറിയാം. കുറെ കാര്യങ്ങൾ അറിയാം അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. അപ്പോഴ് ചിലപ്പം റേണുവിന് അത്ര ഡീപ്പായിട്ട് അറിയുന്നുണ്ടാവോന്ന് എനിക്കറിയില്ല. പക്ഷെ there is lot that you know. പറയാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് റേണുവിന്. അത് റേണുവിലേക്ക് എന്ത് വന്നാലും എത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ റേണു ഇത് പറയും. ഇത് ജനങ്ങൾ എല്ലാവരും അറിയും ഈ കാര്യം.
രേണുവിന്റെ അടുത്തുനിന്ന് വരുന്ന കുറെ കാര്യങ്ങളും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം സച്ചിനൊക്കെ പറയുന്നതിനേക്കാളും വേറെ ലെവലായിരിക്കും ചിലപ്പോൾ രേണുവിന്റെ വായിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതായത് അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ മിഥിലാജ് അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പുറത്തു വിട്ടു. ഏതോ ഒരു കാന്താരി എന്ന ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ബാറോ ഹോട്ടലോ അങ്ങനെ എന്തൊരു സംഭവം. ഇപ്പൊ അടുത്ത് വരുന്ന വീഡിയോസ് ഒക്കെ കണക്റ്റഡ് അല്ലെ? ആദ്യം ഫിറോസ് ഖാൻ ആ പേര് പറയുന്നത്, സജ്ന നൂർ ഇങ്ങനെ പോയി എന്നുള്ളത്. സജ്ന നൂർ തന്നെ ആ വിഷയത്തിൽ പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ വരുന്നു. സ്മഗ്ലിംഗ് ആയിട്ടുള്ള വലിയൊരു ടീമിന്റെ ഇടയിൽ ഞാൻ പെട്ടു, എന്നെ റസൂൽ പൂക്കുട്ടി രക്ഷപ്പെടുത്തി എന്നുള്ളത് രണ്ടാമത്തെ തവണ അത് വന്നു. പിന്നെ മൂന്നാമത് വന്നത് ഇപ്പൊ ഇന്നലെ വന്നതാണ്. ഇന്നലെ മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തി ആ കാന്താരി റെസ്റ്റോറന്റ് എന്ന കൃത്യമായ ആ പേര് പറയുന്നു. രേണു ഈ കാന്താരി റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഗൾഫിലുള്ള ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് പോകുന്ന പല വ്യക്തികളും ഇത്തരം സ്മഗ്ലിങ്ങും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ റിഫ മെഹനാസിന്റെ കേസ് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിലേക്ക് എത്തും. കറക്റ്റ് പോയിന്റ് ആണ്. ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാ, കണക്റ്റഡ്, പലതും കണക്റ്റഡ് ആണെന്നുള്ളതാണ്. പല ആളുകളുടെയും പേര് അവർ പറയുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ, നമുക്ക് കൃത്യമായ തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ രേണുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഓൾറെഡി ഷെഫീന ബീവിയുടെ ചാനൽ വഴി തന്നെ പല ആളുകളും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ള സജ്ന നൂർ തന്നെ പറഞ്ഞില്ലേ, ഒരു ബാറിലോ ഹോട്ടലിലോ പോയി ഇരുന്ന് കഴിഞ്ഞാൽ 500 ദിർഹം കിട്ടും മണിക്കൂറിന്, അങ്ങനെ എന്നാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവരുടെ അന്വേഷണങ്ങൾ നടക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനകളാണെന്നുണ്ടെങ്കിലും അന്വേഷണങ്ങൾ തുടരുക തന്നെ വേണം എന്നുള്ളതാണ്. ആ അന്വേഷണങ്ങൾ എത്തി നിൽക്കാൻ പോകുന്നത് ഒരു പക്ഷെ ഇവർ പറഞ്ഞതുപോലെ റിഫ മെഹനാസ് ആ വിഷയത്തിലേക്ക് തന്നെയാകാം, റിഫയുടെ മരണത്തിലേക്ക് തന്നെ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. നമ്മൾ നിസാരമായി തള്ളിക്കളയരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തോ, നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുന്ന സമയത്തോ ദൈവത്തിലേക്ക് വന്നാണ് വീഴാറാണ് നമ്മൾ. രേണു ഏറ്റവും കൂടുതൽ, പണ്ടത്തെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ദൈവത്തെ കുറിച്ചിട്ടാണ്, ദൈവവചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നപ്പോ നമ്മൾ അങ്ങ് പോവുകയാണ് അതിലേക്ക് അല്ലെ? അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പോയിന്റ് വണ്ണെങ്കിലും വിശ്വാസം കൊണ്ട് നടക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ റൂഹിജാൻ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അവര് എന്നെ എടുത്ത് ആ സാധനം എടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവർ പറഞ്ഞ പല ആളുകളുടെയും ഡീറ്റെയിൽസ് എന്നിൽ നിന്ന് അവർക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ അവർ പറഞ്ഞ ആളുകളുമായിട്ടൊക്കെ ഞാൻ അവർ അലിഗേഷൻ ഉന്നയിച്ച ആളുകളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരായിട്ട് സംസാരിക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളായിട്ട് ഞാൻ എന്റെ ചാനൽ വഴി ഇട്ടു. അതുവഴി അവർ പല ആളുകളും ഇപ്പോ കറന്റ്ലി എവിടെയാണ് നിൽക്കുന്നതെന്നും എന്ത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി കാനഡയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും റിഫ മെഹനാസിന്റെ ഫാമിലി ഇപ്പൊ ഇവരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല തോന്നുന്നു. അവര് പൂർണ്ണമായിട്ടും കാര്യത്തിൽ വിശ്വസിക്കുന്ന മറ്റുള്ള ആളുകളുണ്ടല്ലോ അവരിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. ഇവരിൽ ഖാദർ കരിപ്പൂടയുടെ പേര് പറയുന്നുണ്ട്. അതേപോലെ തന്നെ താമരശ്ശേരിയിലുള്ള കാക്കന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്, കുറെ ആളുകളുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ തെളിവൊന്നും ഇല്ല അവരെ കുറിച്ചിട്ടൊന്നും പറയാനുള്ളത്. രേണു ഇങ്ങനെ പോയി, രേണുവിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ആളാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾക്ക് തന്നെ പൂർണ്ണമായി വിശ്വസിക്കാനൊന്നും കഴിയില്ല. അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഇപ്പൊ ഞാൻ കുറെ ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ആ കൈ മലർത്തുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഇനി വേറെ വല്ല ആളുകളുണ്ടോയെന്ന് നമുക്ക് അറിയുക പോലും ഇല്ല. ഞാൻ അവരെ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നു, അവരുടെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആക്കി കൊടുക്കുന്നു, ഒരു സെൽഫി വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് മാത്രം എടുക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ വീണ്ടും ആളുകൾ വരുന്ന സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്യും. ഇതാണ് ചില ആളുകൾ എന്നോട് പറയുന്നതാണ്. ഇത് ഗൾഫിൽ ഇത്തരം ഇവന്റ് ഒക്കെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണെന്നുള്ളതാണ്. പല ആളുകളും സെലിബ്രിറ്റീസിന്റെ കൂടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പല ആളുകളും ഞാൻ കോണ്ടാക്ട് ചെയ്ത പല ആളുകളും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഞാൻ ഇന്ന ആളുടെ കൂടെ ഒരു വീഡിയോ എടുത്തു, അവരെ എയർപോർട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുപോയി ആക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് ഡീല് നടന്നാലും എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അന്വേഷണങ്ങൾ എന്തായാലും നടക്കട്ടെ. കേരളത്തിൽ നിന്നാണ് അന്വേഷണം തുടങ്ങേണ്ടതെങ്കിൽ കേരളത്തിൽ നിന്ന് അന്വേഷണം തുടങ്ങട്ടെ. പക്ഷെ ഇതിൽ ശക്തമായിട്ട് ഇതിന്റെ പിന്നിൽ വലിയ സ്മഗ്ലിംഗ് ടീമുകൾ ഉണ്ട് എന്നൊക്കെയാണ്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അങ്ങനെ അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രേണുവിന്റെ അസുഖം മാറട്ടെ. രേണുവിന് അങ്ങനെ വല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ റൂഹിജാൻ പറഞ്ഞതുപോലെ അത് തുറന്നു പറയുക. റൂഹിജാന്റെ കയ്യിൽ നിങ്ങളുടെ മാനേജറുടെ നമ്പർ ഉണ്ട്, അവർ കോൺടാക്ട് ചെയ്തപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. കാരണം അവർ കൃത്യമായ ഒരു കാര്യം പറയുന്നത്, ഒരു സോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നു. ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ ചിരി വരാം, എന്തുവാടേ നീ പൊട്ടത്തരം പറയുന്നതൊക്കെ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ്.